അമ്മേ, ഓ, പുഷ്പയുടെ അമ്മ കാണിച്ചതൊരു വൃത്തികെട്ട പരിപാടിയല്ലേ? എൻ്റെ അഭിപ്രായത്തിൽ നീ ആ വൃത്തികെട്ട പരിപാടി കാണിച്ചത്. എന്ത് ചെയ്യാനാന്നേ? ഇനി പൈസ വേറെ ആരോടും ചോദിക്കാനില്ല. ആ ഗതികേട് കൊണ്ട് അവരോട് ചോദിച്ചു പോയതാ. നിന്നെ അവർ സഹായിക്കില്ലെന്ന് നിനക്കറിയില്ലടാ, പിന്നെ എന്തിനാ? അമ്മ പറഞ്ഞത് സത്യ. എന്നെ ആരും സഹായിക്കത്തില്ല, അമ്മ മാത്രമേ സഹായിക്കൂ. നീ എൻ്റെ തക്കുടു അല്ലേടാ, എൻ്റെ ചക്കര മുത്തല്ലേടാ അമ്മയുടെ. എനിക്ക് ആ വണ്ടി മേടിക്കണമെന്നുള്ള വലിയ ആഗ്രഹമായിരുന്നു അമ്മേ. ആണോ? എന്തായാലും ഞാൻ നടത്തിയെടുക്കും, അതെൻ്റെ ഒരു വാശിയാ. ആ, വാശി വേണം മക്കളെ. നിന്റെ അച്ഛനുണ്ടല്ലോ ഭയങ്കര വാശിക്കാരനായിരുന്നു. അങ്ങനെ എന്ത് തീരുമാനിച്ചോ അത് നടത്തിയിരിക്കും. ഞാനും അത് നടത്തും, ഉറപ്പാ. അങ്ങനെ തന്നെ വേണം. നിങ്ങൾക്ക് ഈ ഗംഗാധരൻ കേടി എന്ന് പറഞ്ഞ ആളെ അറിയുവാ? കേടി? ആ, എനിക്ക് കേടിയും കുണ്ടുകളുമായിട്ടൊന്നും യാതൊരു ബന്ധവും ഇല്ല. അറിയില്ല? എന്നാ നിങ്ങൾ അമ്മയോടൊന്ന് ചോദിച്ചു നോക്കിയേ. ആരാ അമ്മേ കേടി ഗംഗാധരൻ? നിന്റെ വല്യപ്പന്റെ കൊച്ചപ്പന്റെ കുഞ്ഞമ്മയുടെ മോന്റെ മോൾ. വല്യപ്പനില്ലല്ലോ, പിന്നെ ആരാ അത് കേടി ഗംഗാധരൻ? നിങ്ങളുടെ അമ്മ ഇപ്പം പറഞ്ഞ ഈ ഗംഗാധരൻ കേടിയുണ്ടല്ലോ, അത് ഏതായാലും ഇല്ല. പക്ഷെ ഞാൻ പറഞ്ഞ ഗംഗാധരൻ കേടിയുണ്ട്. അതാരാ? അത് നിങ്ങളുടെ അമ്മയുടെ ബോയ് ഫ്രണ്ട്. ഒറ്റ അടി വെച്ചോ, അനാവശ്യം പറയുന്നോടി. അമ്മേ, ശരിയാണ്, അമ്മയ്ക്ക് ബോയ് ഫ്രണ്ട് ഉണ്ടോ? നിന്റെ കെട്ടിയോക്കാടാ ബോയ് ഫ്രണ്ട്. എൻ്റെ ബോയ് ഫ്രണ്ട് ഇതാ ഇരിക്കുന്നത്. പിന്നെ അമ്മയുടെ ഈ ബോയ് ഫ്രണ്ടിനെ എൻ്റെ മക്കളേതായാലും പൊക്കും. ഓ, നിന്റെ മക്കളുടെ പരിപാടിയായിരുന്നല്ലേ? ഞാൻ ചോദിച്ചിട്ട് വരട്ടെ. പുഷ്പേ, ശരിക്കും നിനക്ക് ബോയ് ഫ്രണ്ട് ഉണ്ടോ? അല്ല, എനിക്ക് ബോയ് ഫ്രണ്ട് ഒന്നുമില്ല. നിങ്ങൾക്ക് ഗേൾ ഫ്രണ്ട് ഉണ്ടോ? എനിക്കില്ല. ആ, എഴുപണേ, നിനക്ക് എന്നിട്ട് സൂക്കേടാ? എനിക്കൊരു സൂക്കേടുമില്ല അച്ഛമ്മ, ഞാൻ മൂടിച്ചിരിക്കുക. നീ ഏതോ ഒരു ഗംഗാധരനെ എന്നെയും കൂട്ടി കഥ ഉണ്ടാക്കിയില്ലടി? ഞാൻ കഥയൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ആഹാ, എന്നിട്ടാണ് ആ സഞ്ചി ചെറുക്കന് നീയും കൂടെ എന്നോട് ചോദിക്കാൻ വന്നത്? ആ, ചോദിക്കാൻ വന്നല്ലോ, അതുള്ളതാ, ചോദിക്കാൻ വന്നതുള്ളതാ. അതുകൊണ്ട് നിന്റെ അമ്മ ഇപ്പൊ എന്നെ പറ്റി അനാവശ്യം പറയുന്നുണ്ട്. അമ്മയടുത്ത് ഞാൻ പറഞ്ഞിട്ടില്ല, ആ സഞ്ജു ആയിരിക്കും ചെന്ന് പറഞ്ഞത്. ഓ, രണ്ടിനും ഞാൻ കാണിച്ചു തരാം. ഇവളെന്താ പറഞ്ഞേ? ഞാൻ പൈസ ചോദിച്ചാ എനിക്കാരും പൈസ തരത്തില്ല. എനിക്കൊരാള് പൈസ തന്നു മോളെ, 50,000 രൂപ ചോദിച്ചതിന് എനിക്ക് പൈസ കിട്ടി. ഈ നിന്റെ തള്ളയുണ്ടല്ലോ, ഇവളുടെ അമ്മ. എന്റെ അച്ഛന്റെ തങ്കപ്പെട്ട അമ്മൂമ്മയാണ്. അതെന്റെ അമ്മായിയമ്മ അല്ലടി, എൻ്റെ അമ്മയാ. ഞാൻ ചോദിച്ചോടനെ എനിക്ക് പൈസ അയച്ചിട്ട് എന്നോട്, എൻ്റെ മോനെ, നീ എൻ്റെ മരുമോനല്ല, നീ എൻ്റെ മകനാണ്, അതുകൊണ്ടായി പൈസ അയച്ചിരുന്നേന്ന്. നിങ്ങൾ എൻ്റെ അമ്മയെ തള്ളാന്ന് വിളിച്ചിട്ടില്ലേ? തള്ളയാ? എന്തുവാടി, ഞാൻ അങ്ങനെ തള്ളയൊന്നും ആരെയും വിളിക്കാറില്ല. ആ ഭാഷയൊന്നും എനിക്ക് വഴങ്ങത്തില്ല. അച്ഛൻ അങ്ങനെ ഒരാളും തള്ളാന്ന് വിളിക്കില്ല, പ്രത്യേകിച്ച് അമ്മൂമ്മനെ വിളിക്കേയില്ല. ഇവളുടെ അമ്മ എനിക്ക് സ്വന്തം അമ്മയെ പോലല്ലേ. എന്നോട് അവസാനം പറയാനേ, മോനെ, നീ ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടേ പറയണം, നീ എൻ്റെ സ്വന്തം മോനെ പോലല്ലേ. എന്തുവാടി? നിങ്ങൾ എൻ്റെ അമ്മയെ അമ്മായി അമ്മയായിട്ട് തന്നെ കണ്ടാൽ മതി, അമ്മയായിട്ട് കാണണ്ട. നീ ഇങ്ങോട്ട് പറയണ്ട, ഞാൻ അമ്മയായിട്ടേ കാണൂ. കാര്യം എന്താണെന്നറിയോ, ഞാനേ 50,000 രൂപയാ ചോദിച്ചത്. അമ്മ എനിക്ക് എത്രയാ തന്നറിയോ? 55,000. കണ്ട് പഠിക്കണം ഒരമ്മ എങ്ങനെ ആവണം. അച്ഛാ, ഞാൻ അപ്പഴേ പറഞ്ഞില്ലേ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതൊന്നും തെറ്റാറില്ല. കറക്റ്റാ, നീ പറഞ്ഞതെല്ലാം കറക്റ്റാ. നീ അവസാനം പറഞ്ഞതൊക്കെ എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയുണ്ട്. അവസാനം പറഞ്ഞത് അച്ഛൻ എല്ലാം എനിക്ക് ഓർമ്മയുണ്ട്. എന്തായാലും മകള് മിടിക്കുക, നീ പറഞ്ഞതുപോലെ സംഭവിച്ചു. അതെ അതെ. ഇവിടെ എന്താ പറഞ്ഞതെന്നറിയോ? അമ്മയെ ഒന്നും കൊടുക്കരുത്. ബൈ, ടാറ്റ. കേട്ടാ? വാഷിംഗ് മെഷീനിൽ അലക്കാനും പറ്റില്ല. ഞാൻ പറഞ്ഞിട്ട് എൻ്റെ അമ്മ പൈസ കൊടുത്തേന്ന് മനസ്സിലാക്കാത്ത ഒരു മണ്ടൻ. ഇവിടെ വന്നിരിക്കുക. എന്നെ ഒറ്റയ്ക്കിരിക്കാൻ സമ്മതിക്കില്ലേ രണ്ടും കൂടെ? അച്ഛമ്മയ്ക്കായിട്ട് ഞങ്ങളൊരു സർപ്രൈസ് കൊണ്ടുവന്നേക്കുക. എനിക്കൊരു സർപ്രൈസും കേൾക്കണ്ട നിങ്ങളുടെ. മറ്റേ ഫേസ്ബുക്കിലെ ഗംഗാധരൻ ആരാണെന്ന് അറിയാവോ? ഇനി ആ ഗംഗാധരന്റെ കാര്യം അങ്ങനെ എന്നോട് മിണ്ടിക്കൊണ്ടു വന്നാൽ രണ്ടിട്ട് ഞാൻ വെച്ച് തരും കേട്ടോ. സമാധാനപ്പാട്, ഞാനിപ്പോ അച്ഛമ്മക്ക് ഒരാളെ വിളിച്ചു തരാം, സംസാരിക്കും. കേൾക്കണ്ട, എനിക്ക് വിളിക്കാൻ വേണ്ട. അടങ്ങേരി അച്ഛമ്മ. ഹലോ അങ്കിള, ഒരു മിനിറ്റ്, അച്ഛമ്മ ഉണ്ട് ഇവിടെ, ഞാൻ ഇപ്പൊ കൊടുക്കാം. ഹലോ, നിങ്ങൾ ആരാ? ഗംഗയോ? ഏത് ഗംഗ? അയ്യോ, നീ ആയിരുന്നോടാ? എന്റെടാ, നിന്റെ ശബ്ദം കേട്ടിട്ട് എത്ര നാളായി. എനിക്ക് മനസ്സിലായില്ലടാ. അതെ അതെ, എനിക്ക് 2 മക്കളാടാ. അതെ. അച്ഛമ്മക്ക് സന്തോഷായല്ലേ? അച്ഛമ്മക്ക് നൊസ്റ്റാൾജി അടിച്ച്. നിന്റെ ഫോൺ കിട്ടുമെന്ന് തോന്നണില്ല.
അത് കുഴപ്പമില്ല, സംസാരിക്കട്ടെ, ഒരു സന്തോഷം. ഓക്കെ ഓക്കെ. എടാ ആരാന്നറിയോ? ആ, എന്റെടാ ചെറുപ്പത്തിലെ എന്റെ കൂടെ പഠിച്ചവനാ ഗംഗാധരൻ. അവനെ ഞങ്ങളൊക്കെ ഗംഗേന്നാ വിളിച്ചോണ്ടിരുന്നത്. ഞാൻ വർഷങ്ങൾ ഒരുപാടായാലും മറന്നു കേടാ. ദൈവമേ. ആ നീ ഒരു കാര്യം ചെയ്യ്, നിന്റെ തള്ളയോടെ ഒന്ന് പറഞ്ഞ. ഈ ഗംഗാധരനെ പറ്റി അവൾ എന്നെ ആക്ഷേപിച്ചില്ലേ, എന്റെ കൂടെ പഠിച്ച ബോയ് ഫ്രണ്ട് ആണെന്ന് തന്നെ പറഞ്ഞു കൊടുത്തോടെ. ബോയ് ഫ്രണ്ടാ തന്നെ പറയാം. ആ പറഞ്ഞു, നീ ധൈര്യമായിട്ട് പറഞ്ഞു.